blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസം നിങ്ങൾ വാച്ച് ചെയ്യാൻ പോകുന്ന ഈ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്നകത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ സമയത്ത് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി നമ്മൾ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇന്ന് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ സമയത്ത് സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ബാംഗ്ലൂരിൽ നിന്നും ആനി ജോസിനായി പ്രാർത്ഥിക്കുന്നു. മകൻ റോൺ വർഗീസ് ജോസിൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് റോണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും കർത്താവെ തന്നെ നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. കർത്താവെ, ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഉള്ളതിനേക്കാൾ നല്ല ഒരു ജോലി ലഭിക്കുവാനും ഡിപ്രഷൻ എന്നും പരിപൂർണമായ ഒരു വിടുതലും സൗഖ്യവും ഉണ്ടാകുവാനുമായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ബാംഗ്ലൂരിൽ കർത്താവെ നല്ല ഒരു ഭവനം ലഭിക്കുവാൻ, അത് കൂടാതെ കർത്താവെ വലിയ സാമ്പത്തിക നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയപ്പെടുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതോട് ചേർന്ന് കുവൈറ്റിൽ നിന്നുള്ള സൂസൻ മാത്യുവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി ലഭിക്കുവാനും തൻ്റെ വിദ്യാഭ്യാസം ഏറ്റവും അനുഗ്രഹകരമായി മുന്നിലേക്ക് പോകുവാനും കർത്താവ് ഇടയാക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ നിന്നും പരിപൂർണമായ വിടുതൽ കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ കർത്താവെ, ആലുവയിൽ നിന്നുള്ള രജിത നാരായണന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. രജിതയുടെ വിവാഹം എത്രയും വേഗം നടക്കേണ്ടതിന് എല്ലാവരും ചേർന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മുഴു കുടുംബത്തെയും ആരോഗ്യത്തിൽ അങ്ങ് അനുഗ്രഹിക്കണമേ, അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. മാവേലിക്കരയിൽ നിന്നും സാമുവേലിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമുവേലിന് ആരോഗ്യം നൽകണമേ. കർത്താവെ, എല്ലാ രോഗങ്ങളും മാറിപ്പോകുവാനും തൻ്റെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാനുമായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിന്ദുവിനെയും അനുവിനെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഇരുവർക്കും ആരോഗ്യം അങ്ങ് നൽകണമേ. കൂടാതെ അവരുടെ ശുശ്രൂഷയെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ്, all sponsors for sponsoring today's episode, and many happy returns of the day, Ron Verghese. God bless you. ഈ സമയത്ത് ഇന്ന് എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടി, ഞാൻ ഒരാൾ മാത്രമല്ല, ഇന്ന് ഇതേ സമയം ഈ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പാരൻസും എൽഡേഴ്സും അതുപോലെ ടീച്ചേഴ്സും എല്ലാം ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, അതുപോലെ ആ ടെക്സ്റ്റ് ബുക്സ്, നോട്ട് ബുക്സ് എല്ലാം എടുത്ത് കയ്യിൽ പിടിച്ച്, പേന എടുത്ത് കയ്യിൽ പിടിച്ച്, ഹോൾ ടിക്കറ്റ് കയ്യിലെടുത്ത് പിടിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ. നല്ല കർത്താവേ, ഇന്ന് എക്സാം എഴുതുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എക്സാം ഏറ്റവും നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലഭിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് അനുസരിച്ച് ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള ആൻസേഴ്സ് എഴുതുവാനുള്ള കൃപ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിൽ കർത്താവ് കൂടെ ഇരിക്കണമേ. ശരീരത്തിന് മനസ്സിന് ആരോഗ്യം നൽകണമേ. ഓർമ്മയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയത്ത് ഓരോ എക്സാമും നന്നായി എഴുതുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, തിരുനാമത്തിൽ ഇന്ന് എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനെയും അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ
ആമേൻ. Best wishes students, write today's exam very well and score good marks. God bless you all. തുടർന്ന് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് നമുക്ക് പോകാം. അതിനുശേഷം നാം ഈ ആഴ്ചയിൽ തുടർന്ന് വരുന്ന ഗോഡ് ഈസ് യുവർ പ്രൊട്ടക്ഷൻ, ദൈവമാണ് നിങ്ങളുടെ സംരക്ഷകൻ എന്നുള്ള ആ സന്ദേശം അടുത്ത ഭാഗമായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. തീർച്ചയായും സന്ദേശം കുറിച്ചെടുക്കണം, വചനങ്ങളും പ്രധാന ഭാഗങ്ങളും കുറിച്ചെടുക്കണം. സെർമൺ നോട്ട് കീപ്പർ നിങ്ങൾക്കതിനു വേണ്ടി ഉപയോഗിക്കാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്കായി ഇന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കും. ഈ നിൽക്കുന്ന കുഞ്ഞിൻ്റെ പേര് ചിഞ്ചു എന്നാണ്. പറവൂർ നിന്നാണ് താൻ വരുന്നത്. താൻ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് 9ാം ക്ലാസ്സിൽ മുതലാണ് തുടങ്ങിയത്. താൻ നടന്നു പോകുന്ന വഴിയോ അല്ലെങ്കിൽ നിൽക്കുന്ന നിപ്പിലോ തലയിറങ്ങി വീഴും. അത് പല ഡോക്ടേഴ്സിനെ കാണിച്ച് പല മരുന്നുകളും കഴിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല. മാത്രമല്ല ചില സമയത്ത് ശക്തിയായി മൂക്കിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഒരു ടവല് മുഴുവൻ നനഞ്ഞു പോകും. കാണുന്ന ആൾക്കാർക്ക് പേടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിർത്തിയാണ് ഇതിനെ പഠിപ്പിച്ചത്. കാരണം ക്ലാസ്സിൽ വിടാൻ പേടിയാണ്. ബസ്സിൽ പോകുമ്പോൾ പെട്ടെന്നായിരിക്കും തലയിറങ്ങി വീഴുന്നത്. ഒരു സാധാരണ ആൾക്കാർക്ക് ഒരു തലകറ ചുറ്റിൽ വരുമ്പോൾ ഇരുന്നാൽ മതിയല്ലോ. ഇത് അങ്ങനത്തെ ഒരു സൂചന ഉണ്ടല്ലോ, പെട്ടെന്നായിരിക്കും വീഴുന്നത്, അതുകൊണ്ട് വീണ് പോകുന്നത്. അതുകൊണ്ട് വീട്ടുകാർക്ക് വലിയ ഭയമായിരുന്നു. 10ാം ക്ലാസ് എല്ലാം വീട്ടിലിരുത്തിയാണ് പഠിപ്പിച്ചത്. അതെല്ലാം പാസ്സായി. ഇപ്പോൾ താൻ BCom പഠിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തൻ്റെ അമ്മ ഇവിടെ 2011 മുതൽ വരുന്നതാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷേ മോള് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പല ഡോക്ടർമാരെ കാണിച്ചു. അതുകൂടാതെ നല്ല വലിയ പവർ കൂടിയ മരുന്നെല്ലാം കഴിക്കുമായിരുന്നു. പക്ഷെ ഇതിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. പക്ഷെ ബ്രദർ ഡാമിയൻ ഒരു ദിവസം പ്രാർത്ഥിച്ചു, കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. ഒരു വർഷം താൻ വെയിറ്റ് ചെയ്തു ഇനി വരുമോ ഇല്ലേ എന്ന് നോക്കിയിട്ട്. പക്ഷെ ഒരു വർഷമായിട്ട് ഇപ്പൊ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, ഒരു കുഴപ്പമില്ല. കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കിയിരിക്കുന്നു. ശരിയാണോ മോളെ ഈ പറയണത്? ഓക്കെ. 10ാം ക്ലാസ് വീട്ടിലിരുന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാതെ? ക്ലാസ്സിൽ പോകില്ലായിരുന്നു. സാർമാർക്കൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. എക്സാം മാത്രം ഞാൻ അപ്പിയർ ചെയ്തോളൂ. ഓക്കെ. എന്നാലും മാർക്കൊക്കെ ഉണ്ടായിരുന്നു, പാസ്സായി. അതുകൊണ്ട് +1 +2 അതുകൊണ്ട് പ്രൈവറ്റ് പോയിട്ടാണ് പഠിച്ചത്. പോയില്ല, ലക്ഷ്മി കോളേജിൽ പോയാണ് ഞാൻ പഠിച്ചത്. അവിടെ പാസ്സായി. അത് കഴിഞ്ഞിപ്പോൾ ഡിഗ്രിക്ക് വന്നപ്പോഴും ഓരോടത്തും പോകാൻ പറ്റില്ല, പെട്ടെന്നായിരിക്കും തലയിറങ്ങി വീഴുക. ഇപ്പൊ ഒരു വർഷമായിട്ട് ഒരു കുഴപ്പമില്ല. പഠിച്ചോണ്ടിരിക്കുകയാണ്? ഇല്ല, ഡിഗ്രി എന്റെ കഴിഞ്ഞു. ഓക്കെ. ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്. അമ്മ ഇവിടെ വന്ന സമയത്ത് ബ്രദർ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞത് ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ പ്രാർത്ഥിച്ചാണോ അതോ ഇവിടെ വന്ന? ഡാമിയൻ ബ്രദർ മോളെ 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ കൈ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു മാറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഇപ്പൊ ഒരു വർഷമായിട്ട് വരണില്ല. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇവരെ അമ്മയുടെ അമ്മ പെട്ടെന്ന് കിടപ്പിൽ ആയിപ്പോയി. ട്യൂബ് ഇടണമെന്ന് പറഞ്ഞു. മരണം വരെ ട്യൂബ് ഇടണമെന്ന് ഡോക്ടേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാണ്. ഇവർ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അമ്മ അറിയാതെ തന്നെ ആ ട്യൂബെല്ലാം വലിച്ചു പറഞ്ഞു. ഇപ്പോൾ മൂത്രമെല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട്, ആരോഗ്യമായിട്ട് ഇവരുടെ അമ്മൂമ്മ ഇരിക്കുന്നുണ്ട്. അപ്പൊ 2 അത്ഭുതങ്ങളാണ് കർത്താവ് ചെയ്തത്. ഹല്ലേലൂയ. പ്രെയർ ലൈനിൽ വിളിച്ചു പറഞ്ഞു കർത്താവ് അമ്മൂമ്മയ്ക്കും കൊടുത്തു അത്ഭുതങ്ങൾ. കുടുംബത്തിന് മൊത്തമായിട്ട് ദൈവം നന്മകൾ കൊടുത്തിരിക്കുകയാണ്. ഒരു നിമിഷം ഇവരുടെ നേരെ കൈകൾ നീട്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവളുടെ വിവാഹത്തെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു കർത്താവെ. ഈ അമ്മയെ കൂടെ ഞങ്ങൾ ചേർത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ അമ്മൂമ്മയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Verse number 3, surely he will save you from the fowler's snare and from the deadly pestilence. തീർച്ചയായും അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും. ചിലരൊക്കെ ഇങ്ങനെ പേടിച്ച് അവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് വരുന്നു. What does the Bible say? എന്ത് വചനം പറയുന്നു? അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും പിന്നെ വിനാശകരമായ പകർച്ചവ്യാധിയിൽ നിന്ന് വിടുവിക്കും. നിങ്ങളെ കുറിച്ചാ പറഞ്ഞേ. Verse number 4 says he will cover you with his feathers and under
his wings you will find refuge. നാലാമത്തെ വചനം, തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറയ്ക്കും, അവിടുത്തെ ചിറകിന്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. You will feel the feather touch of the Almighty God. സർവശക്തനായ ദൈവത്തിന്റെ ആ തൂവൽ സ്പർശനം, ആ തൂവലുകളുടെ സ്പർശനം നീ അനുഭവിക്കും. And he says he will cover you with his feathers, and under his wings you will find refuge. അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും, അവിടുത്തെ ചിറകിന്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. Praise God. And his faithfulness will be your shield and rampart. അവിടുത്തെ വിശ്വസ്തത നിനക്ക് പരിചയം, സംരക്ഷണ കവചവുമായിരിക്കും. Meaning these wings will never be taken away from your life. അതിന്റെ അർത്ഥം ഇതാണ്, ഈ ചിറകുകൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല. Because he is faithful. അവൻ വിശ്വസ്തനാണ്. Hallelujah. Hallelujah. He is more faithful than all the most faithful person in the world. ഈ ലോകത്തിലെ ഏറ്റവും നിങ്ങൾക്ക് വിശ്വസ്തനായ വ്യക്തിയെക്കാളും വിശ്വസ്തനാണ് ഈ ദൈവം. Verse number 5 is something. അഞ്ചാമത്തെ വാക്യം ഒരു പ്രത്യേക വാക്യമാണ്. You will not fear the terror of the night, nor the arrow that flies by day. രാത്രിയിലെ ഭീതിയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ വ്യാപരിക്കുന്ന പകർച്ചവ്യാധിയെയും നീ ഭയപ്പെടുകയില്ല. ഒന്നുകൂടെ വായിക്കുക. രാത്രിയിലെ ഭീതിയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ വ്യാപിക്കുന്ന പകർച്ചവ്യാധിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന വിനാശത്തെയും നീ ഭയപ്പെടുകയില്ല. അതിന്റെ ആവശ്യമില്ല. Why? എന്തുകൊണ്ട്? Because you are protected by the wings of the Almighty God. കാരണം ആ അത്യുന്നതന്റെ സർവശക്തന്റെ ചിറകുകൾക്ക് അകത്ത് നീ സുരക്ഷിതനാണ്. Come on people, thank him. കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞാലും. Hallelujah. Hallelujah. This is a psalm of protection. ഇത് ഒരു സംരക്ഷണത്തിന്റെ സങ്കീർത്തനമാണ്. Verse number 7, 1,000 may fall at your side, 10,000 at your right hand, but it will not come near you. നിന്റെ പാർശ്വത്തിൽ 1000 പേരും നിന്റെ വലതുഭാഗത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുക്കുകയില്ല. Do you believe that? നിങ്ങൾ അത് വിശ്വസിക്കുന്നോ? Hallelujah. Hallelujah. Meaning so many people are falling down here, there, everywhere. കാരണം കുറെ ആളുകൾ അവിടെയും ഇവിടെയും ഒക്കെ വീഴുകയാണ്. But you will be protected. പക്ഷേ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. Many people who were in faith in 2013 is not found in 2014. So many people fell here, 1,000, 10,000, but you are still in Christ. Why? Because you are protected by God Almighty. 2013 കർത്താവിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് നിൽക്കുന്നില്ല, എന്നാൽ നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കും. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും, കാരണം അത്യുന്നതന്റെ സംരക്ഷണം നിങ്ങളുടെ മേൽ ഉണ്ട്. Verse number 9 says, if you say the Lord is my refuge, and you make the Most High your dwelling, no harm will overtake you, no disaster will come near your tent. 9ാമത്തെ വചനം, അത്യുന്നതനെ എന്റെ ശരണമായ യഹോവയെ തന്നെ നീ നിന്റെ നിവാസമാക്കുമെങ്കിൽ ഒരു ദോഷവും നിനക്ക് ഉണ്ടാവുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. Hallelujah. Hebrew chapter 1 verse number 14 എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14ാമത്തെ വചനം is a question, and it asks, are not all angels ministering spirits sent to serve those who will inherit salvation? ആ വചനം ഒരു ചോദ്യമാണ്. അവരെല്ലാവരും രക്ഷ പ്രാപിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? Many years back I had just come to the Lord. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ക്രിസ്തുവിലേക്ക് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. Because I was a baby Christian. ഞാൻ ഒരു ആത്മീയ ശിശുവായിരുന്നു ആ സമയത്ത്. I was very fearful. ഞാൻ ആ സമയത്ത് വളരെ ഭയമുള്ളവനായിരുന്നു. Because I had just heard about the devil.
കാരണം ഞാൻ സാത്താനെ കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. And I heard about the attacks of the devil. മാത്രമല്ല പിശാച് ആക്രമിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടു. There was fear in my heart. എൻ്റെ ഹൃദയത്തിൽ വളരെ ഭയമുണ്ടായിരുന്നു. And one day ഒരു ദിവസം I went to the prayer hall. ഞാൻ പ്രേയർ ഹാളിലേക്ക് ഞാൻ കടന്നു ചെന്നു. There, when I reached there, the man of God was waiting for me. ഞാൻ അവിടെ ആ പ്രേയർ ഹാളിലേക്ക് എത്തിയപ്പോൾ ആ ദൈവവൃത്യൻ അവിടെ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. As soon as he saw me, he told something. എന്നെ കണ്ടപ്പോൾ തന്നെ ആ ദൈവപുരുഷൻ ഇപ്രകാരം പറഞ്ഞു, Today God told me to speak about angels to you. കർത്താവ് ഇന്ന് നിന്നോട് ദൂതന്മാരെ കുറിച്ച്, ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ച് സംസാരിക്കുവാൻ പറഞ്ഞു. Damien, sit there. ഡാമിയൻ ഇവിടെ ഇരിക്കുക. I sat on that mat. ഞാൻ ആ പായയിൽ താഴെ ഇരുന്നു. He opened the Bible. അദ്ദേഹം ബൈബിൾ തുറന്നു. He started speaking about angels. അദ്ദേഹം ദൂതന്മാരെ കുറിച്ച് എന്നോട് പറഞ്ഞു തരാൻ തുടങ്ങി. And he showed me this verse. ഈ വാക്യം എനിക്ക് അദ്ദേഹം കാണിച്ചു തന്നു. And he read out this verse to me. ഈ വാക്യം എനിക്ക് താൻ വായിച്ചു കേൾപ്പിച്ചു. And then he said, if you are born again, if you are a saved child of God, നീ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ God has assigned his angels to guard you. നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി കർത്താവ് ചില ദൈവിക ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്, നിയമിച്ചിട്ടുണ്ട്. You may not see them, നീ അവരെ കാണണമെന്നില്ല. but an invisible way പക്ഷെ ഒരു അദൃശ്യമായ രീതിയിൽ God will protect you. കർത്താവ് നിന്നെ സംരക്ഷിക്കും. Hallelujah. ഹല്ലേലൂയ. In those days I had a bicycle. കാരണം ആ സമയത്ത് എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. He said, when you travel on your bicycle, the angels will take care of you. നീ സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ ദൂതന്മാർ നിന്നെ നോക്കിക്കോളും. When you go to college, these angels will protect you. നീ കോളേജിൽ പോകുമ്പോൾ ഈ ദൂതന്മാർ നിന്നെ സംരക്ഷിക്കും. And that is the same message I have to give you today. ഇന്ന് അതേ സന്ദേശം തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുണ്ട്. When you go to your workplace, നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ, when you go to the market, നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ, when you drive your bike, നിങ്ങളുടെ ബൈക്ക് നിങ്ങൾ ഓടിക്കുമ്പോൾ, wherever you go, whatever you do, നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്താലും angels are assigned by God to take care of you. ദൈവം നിങ്ങളെ സംരക്ഷിക്കുവാനുള്ള ദൂതന്മാരെ നിയമിച്ചു വെച്ചിട്ടുണ്ട്. The Bible says God will command his angels to protect you. ദൈവം തന്റെ ദൂതന്മാരോട് നിന്നെ സംരക്ഷിക്കുവാൻ കൽപ്പിക്കും. Hallelujah. ഹല്ലേലൂയ. And in the book of Hebrews it says, are not the angels ministering spirits sent to serve those who will inherit salvation? അവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവിക ദൂതന്മാർ രക്ഷ പ്രാപിച്ചവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലയോ. Hallelujah. ഹല്ലേലൂയ. Suppose they are angels of God. ഇത് ദൈവത്തിന്റെ ദൂതന്മാരാണെന്ന് ചിന്തിക്കുക. And this is a child of God. ഇത് ദൈവ പൈതലാണ്. He is to be saved. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടാനുള്ള ആളാണ്. The Bible says, വചനം പറയുന്നു, these angels are commanded by God to protect that man. ഈ ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്, നിയമിച്ചിരിക്കുകയാണ് ഈ വ്യക്തിയെ സംരക്ഷിക്കുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ഇതിൽ അങ്ങോട്ട് പോയി പുറകെ പോയി സംരക്ഷിച്ചോളണം. പോ, എവിടെയെങ്കിലും തട്ടി വീഴാൻ പോയാൽ പിടിച്ചോളണം. ഓ മൈ ഗോഡ്, ഇങ്ങോട്ട് ഗോ 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 ഗോ. Oh my God. This is what is happening with you. ഇതാണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Wherever you go, എവിടെ പോയാലും the angels are there with you. ആ ദൂതന്മാർ കൂടെയുണ്ട്. Hallelujah. Hallelujah. Wherever you go, എവിടെ പോയാലും they are ministering spirits അവർ ശുശ്രൂഷകാത്മാക്കളാണ്. to serve you. നിങ്ങളെ സേവിക്കുവാൻ till you die. നിങ്ങൾ മരിക്കുന്നതുവരെ The angels are assigned by God to take care of you. ആ ദൈവിക ദൂതന്മാരെ നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവ് നിയമിച്ചു വെച്ചിരിക്കുകയാണ്. A couple of years back, ചില വർഷങ്ങൾക്ക് മുൻപ് one man of God, he told me, ഒരു ദൈവവൃത്യൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു, one day ഒരു ദിവസം I saw an angel. ഞാനൊരു ദൂതനെ കണ്ടു. I shook my hands with him. ഞാൻ എൻ്റെ കരങ്ങൾ ഹസ്തദാനം ചെയ്തു അവനുമായി. ഏഞ്ചൽസിന് ഷെയ്ക്കാൻ കൊടുത്തത്. Sometimes God opens our spiritual eyes. ചില സമയങ്ങളിൽ കർത്താവ് നമ്മുടെ ആത്മീക കണ്ണുകൾ തുറന്നു തരും. We can see angels. അപ്പോൾ നമുക്ക് ദൂതന്മാരെ കാണാൻ കഴിയും.
But most of the time we never see them. പക്ഷെ മിക്കവാറും നമ്മൾ അവരെ കാണാറില്ല. But we see to them, they are there to take care of your life. നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും നമ്മോട് കൂടെ നമ്മളെ സംരക്ഷിക്കുവാൻ കർത്താവ് അവരാക്കി വെച്ചിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറുപടി തരും എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. കർത്താവെ, ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഐക്യതയോടെ അങ്ങയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളാൽ വളരെ പ്രയാസപ്പെടുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ആസ്മ രോഗം മൂലം രാത്രികാലങ്ങളിൽ ഉറങ്ങുവാൻ കഴിയാത്ത എല്ലാവരെയും കർത്താവെ അങ്ങ് ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. രക്തക്കുഴലുകൾ ചുരുങ്ങുന്ന രോഗമുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കും. ഞാനിത് പറയുമ്പോൾ തന്നെ ശരീരത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി ഒരു ഇലക്ട്രിക് പവർ പോലെ പാസ് ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. മെൻ്റൽ ഇൽനെസ്, മാനസിക രോഗത്തിന് സൈക്കാട്രിക് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ആ മരുന്ന് ആവശ്യമില്ലാത്തതുപോലെ ഒരു സൗഖ്യം അവർക്ക് കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഹെർണിയ എന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. കാൽമുട്ടുകൾക്കകത്ത് കാർട്ടിലിജിനൊക്കെ ടയർ വന്നിട്ടുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ മുട്ടുകാല് നീ റീപ്ലേസ്മെൻറ്റ് സർജറി പറഞ്ഞിട്ടുള്ള വ്യക്തികൾ, അതിൻ്റെ ആ കാൽമുട്ട് മാറ്റിവെക്കുന്ന ആ ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞിട്ടുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ സ്പോണ്ടിലൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കഴുത്തും താഴേക്കുള്ള ഭാഗങ്ങളും മുതുകിലൊക്കെയുള്ള വേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം. പ്രത്യേകിച്ചൊരു സഹോദരൻ ഡ്രൈവ് ചെയ്യാൻ പോലും കഴിയുന്നില്ല, അതുപോലെ പെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഒരു കൈ ഉയർത്താൻ പറ്റാത്ത ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. എയ്ഡ്സ് രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മറ്റുള്ള മാരക രോഗങ്ങൾ, റെയർ ഡിസീസുകൾ എന്ന് വെച്ചാൽ 10,000-കണക്കിന് പേരിൽ ഒരാൾക്ക് മാത്രം വരുന്ന അപൂർവ രോഗങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ വിടുതൽ ഓരോ വ്യക്തികളിലും കർത്താവ് നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. അതുപോലെ വിവാഹം കഴിഞ്ഞു പല വർഷങ്ങളായി മക്കളില്ലാത്ത അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദാമ്പത്യ ജീവിതത്തെ അങ്ങ് സ്പർശിക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവിക വിടുതലുകൾ എല്ലാ വ്യക്തികളിലും വന്നു ചേരുന്നതിനാൽ നന്ദി. താങ്ക് യു ലോർഡ്. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് കൊടുക്കണമേ. വീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കായി ദൈവമേ ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ വിവാഹപ്രായമെത്തി വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്കായി അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കായൊക്കെ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി കർത്താവ് പ്രവർത്തിക്കണമേ. അതുപോലെ പ്രത്യേകിച്ച് കർത്താവിനെ കാണെങ്കിൽ ഡോക്യുമെൻ്റ്, ആധാരം പണയം വെച്ച പൈസ എടുത്തു, പക്ഷെ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ പ്രയാസപ്പെടുന്നില്ല. അത്ഭുതകരമായ സാമ്പത്തിക വഴികൾ അവർക്ക് വേണ്ടി കർത്താവ് തുറക്കുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ജീസസ് നെയിം. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഷൊർണൂരിൽ നടക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. മറ്റന്നാൾ കോയമ്പത്തൂരിൽ വരണം. അതുപോലെ നമ്മുടെ പുസ്തകങ്ങൾ, നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ ഒത്തിരി പേർക്ക് അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ അതിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. എന്നാൽ ഇതുവരെ കിട്ടിയിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടാം. കർത്താവ് അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകട്ടെ. അതുപോലെ ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അത് കരസ്ഥമാക്കാം. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്തവരോട് 1-2 പേരോടെങ്കിലും നിങ്ങൾ ഇന്ന് തന്നെ പറയുക. കർത്താവ് നിങ്ങളെ കൂടുതൽ പ്രതിഫലം നൽകി അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ. നാളെ നമ്മുടെ ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്.
ഇതിൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശത്തിൻ്റെ അവസാനത്തെ പാട്ടിലേക്ക് നമ്മൾ വരികയാണ്. എല്ലാവരും കാണാൻ മറക്കരുത്. God bless you all. Bye-bye. See you tomorrow. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: അബ്ശാലോം രാജകുമാരനെ കുന്തം ഉപയോഗിച്ച് കൊന്നതാര്? ഹൂ കിൽഡ് ദി പ്രിൻസ് അബ്ശാലോം വിത്ത് സ്പിയർ? ഓപ്ഷൻസ്: എ അമാസ, ബി മെഫിബോശത്ത്, സി ദാവീദ്, ഡി യോവാബ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.